നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് രണ്ടിടത്ത് മാല പൊട്ടിക്കൽ. പാലപ്പുറത്ത് നടന്നുപോകുകയായിരുന്ന വയോധികയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. പഴയലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമം. ബഹളം വെച്ചതോടെ മാല ഉപേക്ഷിച്ച് കള്ളൻ രക്ഷപ്പെട്ടു. അട്ടപ്പാടി റോഡ് നവീകരണം പണി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് എൻ ഷംസുദ്ദീൻ MLA. കിഫ്ബി KRFB ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് MLA. വീഴ്ചയുടെ ഉത്തരവാദിത്തം സർക്കാരിന്. കുലുക്കലൂരിൽ ക്ഷേത്രത്തിൽ മോഷണം. വെള്ളഞ്ചേരി ശിവക്ഷേത്രത്തിലാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നത്. 3 മാസത്തിനിടെ ക്ഷേത്രത്തിൽ ഇത് 3ാമത്തെ മോഷണം. ഓട്ടിസം ബാധിച്ച കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും ഉപദ്രവിച്ചതായി പരാതി. നിലമ്പൂർ വടപുറം സ്വദേശി ഉമേറയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. 6 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെയാണ് ക്രൂരമായ ഉപദ്രവം നടന്നത്. അങ്ങാടിപ്പുറത്ത് ലോട്ടറി കട തീവച്ച് നശിപ്പിച്ചു. മേൽപ്പാലത്തിന് താഴെയുള്ള കടയാണ് കത്തിച്ചത്. 150ഓളം ടിക്കറ്റുകളും കടയിലെ സാധനങ്ങളും അഗ്നിക്കിരയായി. നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകരയിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തി. കേരളത്തിൽ ഇടവിട്ടുള്ള രോഗസാന്നിധ്യം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു സന്ദർശനം. നിപ സ്ഥിരീകരിച്ച മലപ്പുറത്തും സംഘം പോയി. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലത്ത് രണ്ടിടത്ത് മാല പൊട്ടിക്കൽ. പഴയലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കൽ ശ്രമം നടന്നു. അങ്കണവാടി ടീച്ചറായ കൃഷ്ണകുമാരിയുടെ മാലയാണ് മോഷ്ടാവ് കവരാൻ ശ്രമിച്ചത്. ടീച്ചറും കുട്ടികളും ഒച്ചവച്ചതോടെ മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30ഓടെയാണ് സംഭവം ഉണ്ടായത്. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ പഴയ ലക്കിടി 14 നമ്പർ അങ്കൺവാടിയിലാണ് മോഷണ ശ്രമം നടന്നത്. അങ്കൺവാടിയിലെ ടീച്ചറായ കൃഷ്ണകുമാരിയുടെ 3.5 പവനോളം തൂക്കം വരുന്ന മാലയാണ് കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കവരാൻ ശ്രമിച്ചത്. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും കുട്ടിയെ ചേർക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജനയുമാണ് ഇയാൾ എത്തിയത്. ടീച്ചറും കുട്ടികളും ബഹളം വെച്ചതോടെ ഇയാൾ മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവം ഉച്ചയ്ക്ക് 1:30 ആവണു. അപ്പം അയാൾ കുട്ടികളെ ചേർത്ത്, ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അംഗനവാടി പഠിക്കുന്ന കുട്ടിയുണ്ട്. ഭാര്യ ഗർഭിണിയാണ്. അപ്പം 2 പേരെയും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ശരി, ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ, നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു. അപ്പം ഞാൻ ഈ 2 ഭാഗവും പിടിച്ചു. അപ്പം അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്ത് ഓടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കള്ളെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ളവരൊക്കെ കൂടി അയാൾ അങ്ങനെ ഓടിപ്പോയി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ 76-കാരിയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. നടന്നു പോവുകയായിരുന്ന വെള്ളിപ്പുലാക്കൽ രാധയുടെ മാലയാണ് പിന്നിലൂടെ നടന്നു വന്ന മോഷ്ടാവ് പൊട്ടിച്ചത്. ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. ചിനക്കത്തൂർ കാവിന് സമീപം ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന വയോധികയുടെ മാലയാണ് മോഷ്ടാവ് നടന്നുവന്ന് പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത്. വെള്ളിപ്പുലാക്കൽ രാധയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത്. മാലയിലെ ലോക്കറ്റ് നഷ്ടമായിട്ടില്ല. മോഷ്ടാവ് റെയിൻകോട്ട് ധരിച്ചിരുന്നതായി രാധ പറഞ്ഞു. ഞാനിത് നടന്നപ്പോൾ വെയിൽ കണ്ടപ്പോൾ തോർത്തുകൊണ്ട് തലയിലിട്ടിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ആരും കണ്ടില്ല. വന്ന് ഇവിടെ ഇങ്ങനെ എത്തിയപ്പോഴേക്ക് അയാൾ ഒരാളിങ്ങോട്ട് തലയിൽ കൂടെ കൊണ്ടിട്ടിട്ട ഇതിട്ടിട്ടാണ് വന്ന്, റെയിൻകോട്ട് ഇട്ടിട്ട്. അപ്പം ഇങ്ങനെ വലിച്ചിട്ടാണ് ഓടി. ഞാനങ്ങനെ വീഴാൻ പോയി. 1.5 പവൻ 12 ഗ്രാം. മണിക്കൂറുകൾക്ക് മുമ്പാണ് പഴയലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമം നടന്നത്. ഇതിന് പിന്നാലെയാണ് പാലപ്പുറത്തെ സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അട്ടപ്പാടി റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് എൻ ഷംസുദ്ദീൻ MLA. കിഫ്ബി KRFB ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടി വേണം. സർക്കാർ സംവിധാനം തകരാറിലാണ്. സർക്കാരിൻ്റെ വീഴ്ച MLAയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മെയ് 31 മുമ്പ് ആനമൂളി വരെ ടാറിംഗ് പൂർത്തിയാക്കാനുള്ള 2 ഷെഡ്യൂളുകൾ കരാറുകാരന് നൽകിയതാണ്. അത് ചെയ്തില്ല. മഴ തുടങ്ങിയതോടെ അട്ടപ്പാടിയിലേക്കുള്ള ഏക റോഡിലൂടെയുള്ള യാത്ര അസാധ്യമായി. ഇത് മുന്നിൽ കണ്ടാണ് മാർച്ച് 31 മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. ഇത് കണക്കിലെടുക്കാതെ കരാറുകാരന് സമയം നീട്ടി നൽകിയത് സർക്കാരാണ്. വകുപ്പ് മേധാവി മന്ത്രി മുഹമ്മദ് റിയാസ് 2022 അട്ടപ്പാടി റോഡ് സന്ദർശിച്ചിരുന്നു. മന്ത്രി 1 വർഷം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴും തിരുവനന്തപുരത്ത് റിവ്യൂ മീറ്റിംഗ് നടത്തുമെന്നും പറഞ്ഞിരുന്നു. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല.
കരാറുകാരൻ ലീഗുകാരനാണെന്നാണ് ആരോപണം. ഓപ്പൺ ടെൻഡർ വഴിയാണ് കരാർ നൽകിയത്. റോഡ് നവീകരണത്തിനായി പലതവണ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെയും യോഗം വിളിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ ഉപാധികളാണ് വികസനം വൈകിപ്പിക്കുന്നത്. കിഫ്ബി CEO അബ്രഹാമുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ചിറപ്പാടത്തെ കുഴിയിലെ ചെളി നീക്കി മെറ്റലും പാറപ്പൊടിയുമിട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. വാഴ വയ്ക്കുന്നതിന് മുൻപത്തെ ദിവസമാണ് അദ്ദേഹം ഉറപ്പു നൽകിയത്. മഴ പോയാൽ ചിറപ്പാടം വരെ ടാർ ചെയ്യും. ചിറപ്പാടം മുതൽ ആനമുളി വരെ ഗതാഗത യോഗ്യമാക്കുമെന്നും MLA പറഞ്ഞു. ഈ പ്രവൃത്തികൾ പൂർത്തിയാവണ്ടേ? നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് തീർക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതും അവർ നോക്കിയിട്ടുണ്ടോ. പക്ഷെ അത് എൻ്റെ കുഴപ്പമായിരുന്നില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ജൂലൈ 31 തീർക്കണം എന്നാണ് ഗവൺമെൻറ്റുമായിട്ട് കരാറുകാരനുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് എടുക്കാം. ആരെടുക്കേണ്ടത്? ഗവൺമെൻറ് എടുക്കണം. വിശ്വാസവഞ്ചനയാണ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. വിശ്വാസവഞ്ചന കാണിച്ച കരാറുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ജയിലിലിടാം. ഒരു തർക്കമില്ല. ഗവൺമെൻറ് അതിന് സന്നദ്ധമായിട്ട് മുന്നോട്ട് വരണം. അത്ര വലിയ വൃത്തികേടാണ് ആ കരാറുകാരൻ കാണിച്ചത്. കാരണം അയാളോട് നമ്മൾ മുഴുവൻ പണിയും പൂർത്തിയാവില്ലെങ്കിലും റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. ആദ്യം ചെറപ്പാടം വരെയുള്ള ആദ്യം തെങ്കര വരെ അയാൾ ടാർ ചെയ്യാതിരുന്നു. തെങ്കര വരെ പിന്നാലെ നടന്ന് ചെയ്യിച്ചു. അവിടെ നിന്ന് ചെറപ്പാടം വരെ കീറിയിട്ടു. ആ കീറിയിട്ടിട്ട് നമ്മളായിട്ടുള്ള എഗ്രിമെൻ്റ് എന്താ? ഏപ്രിൽ 20 ചെറപ്പാടം വരെ തീരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ വേറൊരു അപകടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അലൈൻമെൻറ്റ് മാറ്റിയിരുന്നു. ഈ കിഫ്ബി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അലൈൻമെൻറ്റ് ഇപ്പോൾ മാറ്റുകയാണ്. അത് വളവാണ്, തിരിവാണ്. ഇപ്പോൾ അതെന്ത് ആ വളവും തിരിവും ഇവർക്ക് ആദ്യം ഓർമ്മയില്ലേ? ഇപ്പോഴാണ് അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കാലോ. നിങ്ങൾ അലൈൻമെൻറ്റ് മാറ്റിക്കോ. എൻ്റെ വാദം അതായിരുന്നു, ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കാം. അപ്പോൾ ഇതിലൊക്കെ വർക്ക് നടത്തിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് ഹെഡിലിരിക്കുന്നത് മന്ത്രിയാണ്. അവരുടെ ഉത്തരവാദിത്തം നേരെ MLAൻ്റെ തലയിൽ വെക്കുക. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആരാ? പൊതുമരാമത്ത് വകുപ്പാണ്. അല്ലെങ്കിൽ വാഴ നടന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് കിഫ്ബിയുടെ തലവൻ അതിൻ്റെ CEO എബ്രഹാം സാറ് കണ്ടിരുന്നു. അയാളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അത് പ്രകാരം അദ്ദേഹം ഈ വാഴ നടുന്നതിൻ്റെ തലേ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അല്ലാതെ വാഴ നട്ടവർ കരുതണം എന്താ വെച്ചാൽ വാഴ ഇന്നലെ നട്ടു, അല്ല മിനിയാന്ന് നട്ടു, ഇന്നലെ പണി തുടങ്ങി, വാഴ നട്ടപ്പോൾ പണി തുടങ്ങിയെന്ന അല്ല. അപ്പോൾ എബ്രഹാം സാർ ആ യോഗത്തിലെടുത്ത തീരുമാനം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ മഴയത്ത് ടാർ ചെയ്യണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. എവിടേക്കാണോ റോഡ് ട്രാൻസ്പോർട്ടബിൾ ആകുന്നതിന് തടസ്സമുള്ളത് അത് അടിയന്തരമായി നീക്കി കൊടുക്കണം. അത് കരാറുകാരൻ്റെ ചെലവിൽ ചെയ്യണം. ഇത് നമ്മൾ കൊടുത്ത പരാതിയെ തുടർന്ന് എബ്രഹാം സാർ എടുത്ത തീരുമാനമാണ്. അത് ആണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുമരംപുത്തൂർ ഒലിപ്പാറ റോഡിലെ കുഴിയും മഴ മാറുന്ന മുറയ്ക്ക് അടയ്ക്കും. 15 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കുമെന്നാണ് കരാറുകാരൻ അറിയിച്ചിട്ടുള്ളത്. നവീകരണം നടക്കുന്ന 2 റോഡല്ലാതെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഏത് റോഡിലാണ് കുഴിയുള്ളതെന്ന് MLA ചോദിച്ചു. കിഫ്ബി ഏറ്റെടുത്ത പയ്യനടൻ റോഡിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പൊതുപ്രവർത്തകൻ വറോഡൻ മുസ്തഫയ്ക്ക് കോടതിയിൽ പോകേണ്ടി വന്നതായും MLA പറഞ്ഞു. നമ്മളിവിടെ 14 കൊല്ലം ജനപ്രതിനിധി ആയിരുന്നിട്ടുണ്ട്. ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. മണ്ണാർക്കാട് ടൗൺ വികസനം എന്തായിരുന്നു സ്ഥിതി? അന്നും ഇതേമാതിരി ഒരു വർഷക്കാലത്ത് വെള്ളക്കെട്ടും മറ്റൊക്കെ ഉണ്ടായപ്പോൾ അതും നമ്മളെ മേൽ കൊണ്ടുവരാൻ നാഷണൽ ഹൈവേൻ്റെ വർക്കായിരുന്നു. മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലം വികസിപ്പിച്ച് അതിൻ്റെ പരിസരം വികസിപ്പിച്ച് അവിടെ നിന്നാണ് ഈ റോഡ് വികസനം തുടങ്ങുന്നത്. അത് നമ്മൾ കാണിച്ചു കൊടുത്തൊരു വഴിയായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കുന്തിപ്പുഴ പാലം വീതി കൂട്ടിയത്. എന്നിട്ട് ആ മണ്ണാർക്കാട് ടൗൺ നവീകരണത്തിൻ്റെ സമയത്ത് പ്രശ്നമുണ്ടായി. ഇന്ന് മണ്ണാർക്കാട് ടൗൺ ഗതാഗത കുരുക്കിൻ്റെ നാടല്ല, നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം. അത് ആ ശ്രമമായിരുന്നു. പക്ഷെ അന്നും നമ്മൾ കേട്ടു. അതുപോലെ തന്നെ പയ്യനടം റോഡ് എന്തെല്ലാം കലാപരിപാടി നടത്തി നോക്കി. കിഫ്ബി കാലതാമസം ഉണ്ടാക്കി, ഇല്ലാതെ പറയില്ല. കിഫ്ബിയുടെ കാലതാമസമായിരുന്നു വില്ലൻ. കോടതിയിൽ വരെ പോണ്ടി വന്നു. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. മുസ്തഫ അന്ന് കേസ് കൊടുത്തത് ആ പയ്യനടം റോഡിൽ കലാപുണ്ടാക്കി. പക്ഷേ ഇതൊക്കെ ഇന്ന് ഏറ്റവും ജനങ്ങൾക്ക് സൗകര്യമുള്ള റോഡുകളാണ്. 2 റോഡിലും MLA ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്ന് പരിശോധിക്കാൻ സംവാദത്തിന് താൻ തയ്യാറാണെന്നും MLA പറഞ്ഞു. ഇവിടെ വന്ന എല്ലാ ഷെഡ്യൂളും സംഭവിച്ചു പോയിട്ട് നമ്മൾ ഇവൻ്റെ പിന്നാലെ നടന്നിട്ട് മഴയ്ക്ക് മുമ്പ് ഇത് തീർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയാണ്. പക്ഷേ അങ്ങ് മുങ്ങുകയാണ്. പിന്നെ അവൻ്റെ വാദം എന്താ വെച്ചാൽ ജൂലൈ 31 വരെ എനിക്ക് സമയം ഉണ്ട്. ജൂലൈ 31 സമയം ഇപ്പോൾ തീരും. ഗവൺമെൻറ് കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. കാരണം ചതി, വഞ്ചന, അതിനൊക്കെ വകുപ്പുണ്ടെന്നേ. ഈ കരാറുകാർ തോന്നിയാസം കാണിച്ചാൽ അതിനൊന്നും വകുപ്പില്ല നിങ്ങൾ വിചാരിക്കരുത്. അവരെ പുറത്താക്കലും കരിപ്പട്ടിക്കപ്പെടുത്തലും മാത്രമൊന്നുമല്ല. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഗവൺമെൻറ്റുമായി ആ കരാറുകാരനുണ്ടാക്കിയ എഗ്രിമെൻറ്റ് ഒരു പൊതുസമൂഹത്തെയാണ് ആകെ ബാധിക്കുന്നത്. ഇവരൊക്കെ ആ ജാതി ട്രീറ്റ്മെൻറ്റാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അതിന് ഞങ്ങൾ ആരും എതിരില്ല. എവിടെയും ശുപാർശ പറയാൻ പറ്റില്ല.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരണം നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നും MLA പറഞ്ഞു. കുലുക്കലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. തിടപ്പള്ളിയിലും കള്ളം കയറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. ഗോപുരവാതിലിന്റെ ചങ്ങല പൊട്ടിച്ചാണ് കള്ളൻ അകത്ത് കയറിയിട്ടുള്ളത്. ശ്രീകോവിലിന്റെ മുമ്പിലെ ഒരു ഭണ്ഡാരവും അകത്തെ ചെറിയ ഭണ്ഡാരവുമാണ് കുത്തി തുറന്ന പണം കവർന്നത്. തിടപ്പള്ളി, അടുക്കള എന്നിവിടങ്ങളിലും കള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. 3 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആദ്യ തവണ കിടറ്റിലെ മോട്ടോറാണ് കളവ് പോയത്. 2ാമത്തെ തവണ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിവരെ ക്ഷേത്രം ഭാരവാഹികളും വൈദ്യുതി ലൈൻ വർക്കുമായി ബന്ധപ്പെട്ട KCB ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കുലിക്കല്ലൂരിൽ ഇപ്പോൾ ഒരു 2-3 മാസങ്ങൾക്കിടയിൽ 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഒരു മോഷണം നടക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഒരു CC ക്യാമറ ഒക്കെ വെക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ പോറ്റി ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് ഈ ഫ്രണ്ട് ഡോറ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തിടപ്പള്ളി സ്റ്റോർ റൂം, ഭണ്ഡാരങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ശക്തമായിട്ടൊരു അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുള്ളത്. സാമ്പത്തികമായിട്ട് മുന്നേ കിണറിലെ മോട്ടറും മോഷണം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് കുറച്ചൊരു സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മോഷണത്തിൽ. ഈ പ്രാവശ്യം ഞങ്ങളൊരു 10 ദിവസം മുന്നേ ഭണ്ഡാരം തുറന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഏകദേശം 2000-3000 അടുത്ത് മാത്രമേ മോഷണം നടന്നിട്ടുണ്ടാവുള്ളൂ. അതെ, ഫ്രണ്ടിലെ ഡോർ മുന്നേ കുത്തിപ്പൊളിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് ചങ്ങലിട്ടിട്ടാണ് പൂട്ടിയിരുന്നത്. അപ്പോൾ ആ ചങ്ങല പൂട്ടെല്ലാം പൊളിച്ചിട്ടാണ് മോഷണം നടന്നിട്ടുള്ളത്. ചെർപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർച്ചയായി മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അങ്ങാടിപ്പുറത്ത് ലോട്ടറി കട തീവച്ച് നശിപ്പിച്ചു. മേൽപ്പാലത്തിന് താഴെ ലോട്ടറി കച്ചവടം നടത്തുന്ന ഏറാംതോട് മുക്കിലപീടിക സ്വദേശി ശ്രീധരന്റെ കടയാണ് കത്തിച്ചത്. പോലീസിൽ പരാതി നൽകി. 10 വർഷമായി ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ് അങ്ങാടിപ്പുറം ഏറാന്തോട് മുക്കിലപീടിക സ്വദേശി തോട്ടിങ്ങൽ ശ്രീധരൻ. ശ്രീധരന്റെ കുടുംബത്തിന്റെ ജീവിത മാർഗമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. ലോട്ടറി കച്ചവടം നടത്താൻ ഉപയോഗിച്ചിരുന്ന മേശയും സ്റ്റൂളും 150ഓളം ലോട്ടറി ടിക്കറ്റുകളും അഗ്നിക്കിരയായി. കത്തിയത് ഇന്നലെ ഞാൻ രാത്രി ഒരു 9 മണിക്ക് അടച്ചു പോകുമ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് സാധാരണ പോലെ ആരും പോകും. പിന്നെ രാവിലെ ഞാൻ വരുമ്പോൾ ഇവിടെ കത്തിച്ച് വെണ്ണീറായിട്ടാണ് കിടക്കുന്നത്. പെട്ടി കുറച്ച് സാധനങ്ങളും എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 10 രൂപ ഉറപ്പിൻ്റെ നഷ്ടം പറ്റി. ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ശത്രുക്കളാരും എൻ്റെ അറിവിലില്ല. എങ്ങനെ എന്തോ എനിക്ക് അറിയാതുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ പെട്ടിയൊക്കെ ഉണ്ടാക്കി ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടൊക്കെ വേണം. അപ്പോൾ ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്താ ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU സംഘടനയുടെ അംഗമാണ് ശ്രീധരൻ. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ CITU മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ രാജൻ പരുത്തിപ്പറ്റ, ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റുമായ M നാരായണൻകുട്ടി, ഏരിയ ട്രഷറർ മണികണ്ഠൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പെരിന്തൽമണ്ണ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ലോട്ടറി തൊഴിലാളിയുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സംസ്ഥാന സെക്രട്ടറി P. അബ്ദു ആവശ്യപ്പെട്ടു. ഈ ശ്രീധരനെ നേരിട്ട് അറിയുന്ന ആളാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ നേരെ മുമ്പിലാണ് ഇയാളുടെ ലോട്ടറി കട. ഇതുകൊണ്ടാണ് ഇയാൾ ഉപജീവനം കഴിക്കുന്നത്. മഹാസാധുവായ മനുഷ്യനാണ്. പക്ഷേ ഈ റെയിൽവേ ഗേറ്റ് പരിസരത്ത് ഇത്തരത്തിലുള്ള നിരവധി ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും പോലീസിൻ്റെ കാര്യമായിട്ടുള്ള ഇടപെടൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങാടിപ്പുറം FT റോഡിൽ നിർത്തിയിട്ട ലോറികളിലും നിരവധി ബാറ്ററികൾ കാലയളവിൽ കളവ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്കിലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ശ്രീധരന്റെ ഉപജീവന മാർഗമാണ് ഇത്. അത് പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുന്നത്. വളയാർ ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയിൽ KSRTC ബസ്സിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. തൃശൂർ പാണഞ്ചേരി പൂവച്ചിറ സ്വദേശി 27-കാരനായ അജയാണ് പിടിയിലായത്. 2 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി. വാളയാർ ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറും പാർട്ടിയും
പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ്കുമാറും പാർട്ടിയും സംയുക്തമായി നടത്തിവന്ന വാഹന പരിശോധനയിലാണ് 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നും നോർത്ത് പറവൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി തൃശൂർ സ്വദേശി അജയ് പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് RS സുരേഷ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ പ്രേംകുമാർ, അജീഷ്, സിഒമാരായ പ്രമോദ്, വിനേഷ്, ഡ്രൈവർ ലൂക്കോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഓട്ടിസം ബാധിച്ച കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക ഉപദ്രവിച്ചതായി പരാതി. കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മാരകമായി പരിക്കേൽപ്പിച്ചതായുള്ള പരാതിയിൽ നിലമ്പൂർ വടപ്പുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. കുട്ടിയുടെ മരിച്ച മാതാവിൻ്റെ പിതാവായ KT അബ്ദുസമദിൻ്റെ സംരക്ഷണത്തിലാണിപ്പോൾ കുട്ടിയുള്ളത്. പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിയുടെ ഓട്ടിസം ബാധിച്ച മകനായ 6 വയസ്സുള്ള കുട്ടിക്ക് മർദ്ദനമേറ്റതായാണ് പരാതി. കുട്ടിയുടെ പിതാവ് വിദേശത്താണ്. രണ്ടാനമ്മയും അധ്യാപികയുമായ ഉമേറ കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മർദ്ദിച്ചിരുന്നതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ച പാടുകളുണ്ട്. മലപ്പുറം കുടുംബ കോടതിയുടെ താൽക്കാലിക ഉത്തരവ് പ്രകാരം കുട്ടിയുടെ മരിച്ച മാതാവിൻ്റെ പിതാവായ KT അബ്ദുസമദിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടി കഴിയുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആദ്യ ദിവസങ്ങളിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതും പൊള്ളലേൽപ്പിച്ച സംഭവവും ഉണ്ടായതെന്ന് അബ്ദുസമദ് പറഞ്ഞു. ഞങ്ങൾ ജൂൺ 4-ാം തീയതി സ്കൂളിൽ ചെല്ലേണ്ട സംഭവമാണ്. കുട്ടിക്ക് നടക്കാനും പിന്നെ മുഖത്തും ചെറിയിലൊക്കെ മുറിവിൻ്റെ പാടുകളൊക്കെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ നോക്കിയപ്പോൾ ഷോൾഡറിൻ്റെ കൈയിൻ്റെ അവിടെ പൊള്ളലേറ്റത് കണ്ടു. ചന്തിയുടെ ഭാഗത്തൊക്കെ പൊള്ളലുണ്ട്, പക്ഷെ അതൊന്നും നമ്മളന്ന് കണ്ടിട്ടില്ല. ഡ്രസ്സൊന്നും അയക്കാൻ സംഭവിക്കാത്തത്. അത് കണ്ട ഉടനെ മാഷ് അവിടുത്തെ പ്രധാന അധ്യാപകനോട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അവർ സമ്മതിച്ചില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ ചെന്നപ്പോൾ ഈ ഉമേറാക്ക് വിളിച്ചിരുന്നു, കുട്ടിയുടെ രണ്ടാനമ്മ. ഉമേറ അപ്പം പറഞ്ഞു ഞാൻ വടപുറത്താണ്. അത് വടപുറത്ത് ഇപ്പം എങ്ങനെ അന്ന് സ്കൂളിൽ വന്നത് എരവിമംഗലത്ത് തിങ്കളാഴ്ച ഞങ്ങൾ കുട്ടിനെ കാണുമ്പോൾ, തിങ്കളാഴ്ച അല്ല 4-ാം തീയതി കുട്ടിനെ കാണുന്ന എരവിമംഗലത്തിന് വീട്ടിൽ നിന്ന് തന്നെ സ്കൂൾക്ക് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച അതായത് ജൂൺ 5-ാം തീയതി അവൾക്ക് സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടിയും വന്നിട്ടില്ല. ഉമേറി സ്കൂളിലെത്തി ലീവാണെന്ന് പറഞ്ഞു സ്കൂൾ അധികൃതർ. അങ്ങനെ ഉമേറാൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഞാൻ വടപുറത്താണ്, എന്നെ കാത്തു നിൽക്കേണ്ട, ഞങ്ങൾ കുട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുത്ത് കൊണ്ടുപോയി കുട്ടിനെ കൊണ്ട് കുട്ടിനെ ഞങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടീനെ കേസ് കൊടുത്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചൈൽഡിൽ റിപ്പോർട്ട് ഇത് കുട്ടിൻ്റെ ഈ പൊള്ളലും മുറിവിൻ്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്ത് ചൈൽഡിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ അന്വേഷണം പ്രകാരം അവരുടെ റിപ്പോർട്ട് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത്. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടാനമ്മയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് മാതാവ്. വൈകാതെ പിതാവ് മുഹമ്മദ് ഷമീർ ഉമേറയെ വിവാഹം കഴിച്ചു. രണ്ടാനമ്മയായ ഉമേറ സംസാര കഴിവ് പോലുമില്ലാത്ത കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി അബ്ദുസമദ് പറഞ്ഞു. ഓട്ടിസം ബാധിച്ചതിനാൽ കുട്ടിക്ക് സ്ഥിരമായി ചികിത്സ നൽകി വരികയാണ്. ഇപ്പോഴത്തെ സ്ഥിതി കുട്ടീനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക, തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തെറാപ്പി സെൻ്ററിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പോലീസ് FIR ഇട്ടതിന് ശേഷം ഈ പ്രതി ഉമേറ എന്ന ഉമേറ ടീച്ചർ അധ്യാപികയാണ്. പക്ഷേ അധ്യാപകരുടെ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല, യോഗ്യതയൊന്നും ഇല്ലാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവരെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണ ഈ കുട്ടീനെ ഉപദ്രവിച്ചു. കാരണം സംസാരിക്കാൻ വയ്യാതെ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. കുട്ടിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് പറയാൻ വയ്യ. ആവശ്യം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് ആവശ്യങ്ങൾ. അത് തയ്യാറല്ല. അവർക്ക് ഇത്ര നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് നമ്മളോട് സംസാരിച്ചാണ് ഫോണിൽ കൂടെ. പിന്നെ അവരെ വീട്ടുകാർക്കും കുട്ടിയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അധ്യാപകനെ താമസ സ്ഥലത്തെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശി ഷിബു K പിള്ളയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. MES സ്കൂളിന് സമീപം ചുങ്കത്തെ ഫ്ളാറ്റിൽ 2-ാം നിലയിൽ അധ്യാപകൻ തനിച്ചായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിവരെ അധ്യാപകനെ പരിസരവാസികൾ കണ്ടിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 2-ാം നിലയിൽ നിന്ന് 1-ാം നിലയിലെ സ്റ്റെയറിൽ വീണുകിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവസ്ഥലത്തെത്തിയ പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു.
ഇടുക്കിയിൽ നിന്ന് ബന്ധുക്കളെത്തിയതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. ഉദ്ഘാടനത്തിന് മുമ്പേ മണ്ണാർക്കാട് നഗരസഭയുടെ രാജീവ് ഗാന്ധി സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് 2 കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. സാധാരണക്കാർക്ക് ഒരു വീട് പോലും നൽകാത്ത ഭരണസമിതിയാണ് 2 കോടി രൂപ ചെലവിൽ ആർക്കും ഉപകാരമില്ലാത്ത കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. മുക്കണ്ണ പാലത്തിൽ നിന്ന് കോണി കയറി വേണം ആശുപത്രിയിലേക്ക് എത്താൻ. പ്രായമായവരും നടക്കാൻ പ്രയാസമുള്ളവരുമാണ് ആശുപത്രിയിൽ എത്തുന്നത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി മുക്കണ്ണത്തേക്ക് മാറ്റുന്നതിലൂടെ സാധാരണക്കാർക്ക് ഓട്ടോറിക്ഷയ്ക്ക് അധിക തുക കണ്ടെത്തണം. ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുന്ന ആശുപത്രിക്ക് ഇത്രയും വലിയ കെട്ടിടം ആവശ്യമുണ്ടോ? നഗരസഭാ അധ്യക്ഷൻ അഴിമതി നടത്താൻ വികസന ആഭാസം നടത്തുകയാണെന്ന് ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിലെ സാധാരണക്കാരന് വീടാണ് സ്വപ്നം. എത്ര കാലം ഈ മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു മൂത്രപ്പുരയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഒരു മൂത്രപ്പുര കയറ്റാൻ കഴിയാത്ത നഗരസഭയുടെ ചെയർമാൻ 2 കോടി ഉറുപ്പ്യക്ക് ഇപ്പോൾ ഇവിടെ ഒരു എണ്ണത്തോണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആർക്കാ? കുഞ്ഞാലിക്കുട്ടിക്കോ? അല്ല, ഞങ്ങൾ അറിയാനായിട്ട് ചോദിക്കാം. ആർക്കാ നിങ്ങൾ ഇവിടെ എണ്ണപ്പാത്തി ഉണ്ടാക്കി? ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് എണ്ണയും കോയമ്പും കിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി. എണ്ണപ്പാത്തി എണ്ണത്തോണിയൊക്കെ പിന്നെ അതിലൊക്കെ താല്പര്യമുള്ള ആളുകൾ വരികയും വരാതിരിക്കുകയും ചെയ്യട്ടെ, അത് ഞങ്ങളെ വിഷയമല്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താ, 2 കോടി ഉറുപ്പ്യ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കോലതാണ്. പാവപ്പെട്ടം വരേണ്ടത് എവിടുന്നേലും വന്ന് 50 ഉറുപ്പ്യ ഓട്ടോറിക്ഷക്ക് കൊടുക്കണം. പിന്നെ ഈ കോണിപ്പടി കയറുമ്പോൾ വീണ് ഇടുപ്പം മുത്തല് ഒടിഞ്ഞാൽ അതിന് അൽഷിഫയിലേക്കോ മൗലാനയിലേക്കോ വേറെ ഏതെങ്കിലും ആശുപത്രി പോകണം. ഇവിടെ നോക്കും, നിങ്ങൾ വാഹനങ്ങൾ വരുന്നത് കാണുന്നില്ലേ? അവിടെ ഒരു വളവ്. ഇവിടെ ഈ പ്രായമായ ആളുകൾ എവിടെ ഇറങ്ങുക? എവിടേക്കാ പോവുക? ഏതാണ് ഇതിൻ്റെ ഈ സംവിധാനത്തിൽ എങ്ങനെയാണ് ആളുകൾ വിശ്വസിച്ച് ഇങ്ങോട്ട് വരിക? CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഷാജുമോഹൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കുംപുറത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിഭാഗത്തിലെയും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെയും വിദഗ്ധ സംഘം വെള്ളിയാഴ്ച പരിശോധന നടത്തി. രോഗം സ്ഥിരീകരിച്ച ആളുടെ വീടും പരിസരവും ചികിത്സ തേടിയ ക്ലിനിക്കുകളും സംഘം സന്ദർശിച്ചു. കേരളത്തിൽ ഇടവിട്ടുള്ള രോഗസാന്നിധ്യം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധന കൂടിയാണിത്. തുടർന്ന് നിപ സ്ഥിരീകരിച്ച മലപ്പുറത്തേക്കും സംഘം പോയി. കിഴക്കുംപുറത്തെ രോഗം സ്ഥിരീകരിച്ചയാളുടെ വീടും പരിസരവും സംഘം സന്ദർശിച്ചു. വവ്വാലുകളുടെ സാന്നിധ്യത്തെപ്പറ്റിയും സമീപകാലത്തുണ്ടായ രോഗവിവരങ്ങളും നാട്ടുകാരിൽ നിന്നും സംഘം ശേഖരിച്ചു. രോഗി ചികിത്സ തേടിയ ക്ലിനിക്കുകളിൽ എത്തി അവർക്കുണ്ടായിരുന്ന ലക്ഷണങ്ങളെപ്പറ്റിയും ആരോഗ്യവിവരങ്ങളും ശേഖരിച്ചു. നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രണയ് കുമാർ വർമ്മ, ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ, ഡോക്ടർ അനൂപ്, റസാഖ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, നാട്ടുകൽ ഹെൽത്ത് ഇൻസ്പെക്ടർ A പ്രിയൻ, നാട്ടുകൽ പോലീസ് SHO A അബീബുള്ള, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി കിഴക്കുംപുറത്തുള്ള വവ്വാലുകളുടെ സ്രവങ്ങളും മറ്റും ഞായറാഴ്ച പുലർച്ചെയോടെ കേന്ദ്ര സംഘം ശേഖരിക്കുമെന്നാണ് വിവരം. കേരളത്തിൽ ഇടവിട്ടുള്ള രോഗസാന്നിധ്യം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നിപ സ്ഥിരീകരിച്ച മലപ്പുറത്തേക്കാണ് പിന്നീട് സംഘം പോയത്. അമൃത് ഭാരത് പദ്ധതിയിൽ മുഖം മിനുക്കുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം നവീകരിക്കാൻ നഗരസഭയോട് റെയിൽവേ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം വൃത്തിയാക്കാനാണ് നിർദ്ദേശം. സ്റ്റേഷന്റെ നവീകരണം വിലയിരുത്താനെത്തിയ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെട്ട സംഘമാണ് സ്ഥലം പരിശോധിച്ച ശേഷം ചെയർപേഴ്സണുമായി ചർച്ച നടത്തിയത്. സ്റ്റേഷന്റെ മുൻവശം വൃത്തിഹീനമായി കിടപ്പാണ്. റോഡ് പലയിടത്തും തകർന്നിട്ടുണ്ട്. പാതയോരത്തെ തട്ടുകടകൾ നീക്കി റോഡ് വീതി കൂട്ടി വൃത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം. നേരത്തെ MLA ഫണ്ട് വിനിയോഗിച്ച റോഡ് നവീകരിക്കാൻ ശ്രമിച്ചപ്പോൾ റെയിൽവേ അനുമതി നൽകിയില്ലെന്ന് ചെയർപേഴ്സൺ K ജാനകി ദേവി റെയിൽവേ സംഘത്തോട് പറഞ്ഞു. പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചാൽ അനുമതി നൽകാമെന്നാണ് നിലവിൽ റെയിൽവേയുടെ ഉറപ്പ്. സ്റ്റേഷന് മുൻവശത്തെ റോഡ് റെയിൽവേയുടെ ഭൂമിയിലാണ്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങൾ വിലയിരുത്തി. പാർക്കിംഗ് ഏരിയകൾ, പ്ലാറ്റ്ഫോം, കെട്ടിട സൗന്ദര്യവൽക്കരണം, AC കാത്തിരിപ്പ് മുറി, ടിക്കറ്റ് കൗണ്ടർ തുടങ്ങിയ സൗകര്യങ്ങളാണ് പരിശോധിച്ചത്. DRMനൊപ്പം സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു.
കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ നിയമന വിവാദം ക്രമക്കേട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP ശ്രീകൃഷ്ണപുരം നിയോജകമണ്ഡലം കമ്മിറ്റി. ഇന്റർവ്യൂ ബോർഡ് അംഗം തന്നെ ക്രമക്കേട് ആരോപിച്ച സാഹചര്യത്തിൽ നിയമനങ്ങൾ റദ്ദാക്കണമെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 6 നിയമനങ്ങൾ 3 പാർട്ടികൾ വിധിച്ചെടുത്തിരിക്കുകയാണ്. പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം എന്നീ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നതായും BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ്, ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ, K. പ്രേംകുമാർ, V. കൃഷ്ണനുണ്ണി, K. അജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ തന്നെ പരസ്യമായി ഇതിൽ അഴിമതി നടന്നു, സ്വജനപക്ഷപാതം നടന്നു എന്ന് ആരോപിക്കുമ്പോൾ ഈ ലിസ്റ്റിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ സ്ഥിതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ആവശ്യപ്പെടുന്നത് ആ ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട്, അത് കോടതി ഇടപെട്ട് അത് റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ ഇന്റർവ്യൂ നടത്തി പുതിയ ആളുകളെ, അർഹതപ്പെട്ട ആളുകളെ ഈ രംഗത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ 31ാമത്തെ അംഗം എങ്ങനെ വന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി ഇത്തരം പണി ചെയ്യുന്ന ആളുകളെയാണ് ഇതിൽ കൂടുതൽ നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ച് അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ടല്ലോ. എന്തായാലും അത്തരം ഒരു തരത്തിലും ഈ സമൂഹവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളെയാണ് ഈ ലിസ്റ്റിൽ വന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ ആളിലൂടെ തന്നെ സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ UDF അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് ധർണ നടത്തി. അലനല്ലൂർ പഞ്ചായത്ത് പരിസരത്ത് നടന്ന ധർണ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇനി മുതൽ ആവർത്തന സ്വഭാവമുള്ള ജോലിയില്ല, തരിശുഭൂമിയിൽ മാത്രമേ കൃഷിക്ക് നിലമൊരുക്കാൻ കഴിയൂ തുടങ്ങിയ ഭേദഗതി വന്നത് അലനല്ലൂർ പഞ്ചായത്തിലെ തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടാൻ കാരണമാകുമെന്ന് ആരോപിച്ചാണ് UDF അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എല്ലാവരും കേസ് മാറ്റിവെക്കാൻ അങ്ങക്ക് കേന്ദ്രഭരണത്തിൽ ഇടപെടാൻ സാധിച്ചെങ്കിൽ RSSന്റെ സഹായം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ ഗോവിന്ദ മാഷിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ BJP MLA ഇല്ലാതെ മന്ത്രിയില്ലാതെ BJP അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അമ്മ തൊഴിലാളികളുടെ കണ്ണീര് കണ്ടുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തോന്നിവാസം ഈ സംസ്ഥാനത്ത് നടക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തൊഴിലാളികളെ ഒന്ന് സംരക്ഷിക്കണേ എന്നാണ് ഞങ്ങൾക്ക് ഈ CPMന്റെ സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ളത്. UDF ചെയർമാൻ K. വേണുഗോപാൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, ഹബീബുള്ള അൻസാരി, തച്ചമ്പറ്റ ഹംസ, ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. ഹംസ, MK ബക്കർ, ലൈല ഷാജഹാൻ, ആയിഷ B. ആറാട്ടുതൊടി, P. ഷൗക്കത്ത്, മുള്ളത്തിലത, അജിത പാക്കത്ത്, അനിത വിത്തനോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിലെ മരങ്ങൾ വെട്ടിമാറ്റിയതിൻ്റെ അവശിഷ്ടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൂട്ടിയിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വന്നു. മഴക്കാലത്തിന് മുന്നോടിയായി ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷൻ, മണ്ണമ്പറ്റ റോഡ് ഭാഗങ്ങളിലെ റോഡരികിലെ മരങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. ഇതിൻ്റെ തടികളും ചില്ലകളും ഇലകളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ കൂടിക്കിടക്കുന്നത്. ഇത് വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സമാകുന്നതായാണ് പരാതി. ആഴ്ചകൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷൻ, മണ്ണമ്പറ്റ റോഡ് ഭാഗങ്ങളിൽ ഭീഷണിയായി നിന്നിരുന്ന മരങ്ങളും കൊമ്പുകളും PWD വെട്ടിമാറ്റിയത്. മഴക്കാലത്തിന് മുന്നോടിയായി നാട്ടുകാരുടെ ആവശ്യപ്രകാരം തന്നെ ചെയ്ത പ്രവൃത്തി പാതി വഴിയിലിട്ട് പോയതോടെ നാട്ടുകാർക്ക് തന്നെ വിനയായ അവസ്ഥയിലാണ്. മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് ഇവിടെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് മഴക്കാലത്ത് മഴവെള്ളം ഒഴിഞ്ഞു പോകാൻ തന്നെ സ്ഥലമില്ലാണ്ട് ആകെ ചളി പ്രളയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രളയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സും തന്നെ ചളി ചവിട്ടിയിട്ട് വീണിട്ടും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ അതുപോലെ പ്രളയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക്, വണ്ടികൾക്ക്, കസ്റ്റമേഴ്സിന് വണ്ടികൾ നിർത്താൻ സ്ഥലമില്ല. ഇത് നല്ലൊരു തിരക്ക് കൂടിയ ഒരു ജംഗ്ഷൻ കൂടിയാണ്. കടപ്പഴിപ്പുറം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോകേണ്ട ഒരു ഇതാണ്. അത് 2 മെഡിക്കൽ സ്റ്റോറുകളാണുള്ളത്. അതിലേക്ക് രോഗികൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. മഴ കനത്തതോടെ വഴി അരികിലായി വെട്ടിയിട്ട മരങ്ങളും ചില്ലകളിലുമായി ചെളി തങ്ങി നിന്നും വെള്ളം കെട്ടി നിന്നും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. SBT ജംഗ്ഷനിലെ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ നമ്മുടെ മഴക്കാലത്തിൻ്റെ മുന്നോടിയായി പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നത് അതിന് തടസ്സമായി നിൽക്കുന്ന
ആ ഒരു രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മരങ്ങളൊക്കെ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ മരങ്ങൾ മുറിക്കുന്നത് അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് മരങ്ങൾ മുറിച്ചിട്ട അതിനെ ഏർപ്പാടാക്കിയുള്ള കോൺട്രാക്ടറെ കൊണ്ട് പഞ്ചായത്ത് ഈ അതിൻ്റെ ശിഖരങ്ങളും അതിൻ്റെ ഇലയൊക്കെ മരത്തിൻ്റെ തടികളും ഒക്കെ കടകളുടെ മുന്നിൽ വർദ്ധിച്ച് അങ്ങനെ കുന്നുപോലെ കൂടി നിന്നിട്ട് അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഭയങ്കര പ്രയാസമാക്കിയിരിക്കുകയാണ്. അപ്പോൾ SBT ജംഗ്ഷനിലെ ഈ റോഡ് മണ്ണാർക്കാട് ചപ്പശ്ശേരി റോഡിൻ്റെ സൈഡിലുള്ള ഇവിടെ പാരാമൗണ്ട് ബേക്കറി മുതൽ SBT ജംഗ്ഷൻ വരെയുള്ള എല്ലാ മരങ്ങളും മുറിച്ച് അവിടെ തന്നെ അവശേഷിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ് രണ്ടാഴ്ചയായിട്ടുള്ളത്. ഇത് ഒരുപാട് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഭീതി ഒഴിവാക്കാനായി ജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ വെട്ടിമാറ്റിയ മരങ്ങൾ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴിയും ആവശ്യപ്പെട്ടു. ശ്രീശോരം SBT ജംഗ്ഷനിൽ മരത്തിൻ്റെ കൊമ്പ് വീണ് അപകടം പറ്റുമെന്ന ഭീതി മൂലം ആളുകളുടെ ആവശ്യപ്രകാരം അത് വെട്ടിമാറ്റിയെങ്കിലും ഇന്ന് ഇവിടുത്തെ വ്യാപാരികളെയും മറ്റ് പൊതുജനങ്ങളെയും അത് അതിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. മഴ തുടർന്നു വരുന്ന സമയത്ത് വെള്ളം വ്യാപകമായി ഒഴുകിപ്പോകുന്നു. കടയ്ക്ക് മുന്നിലെല്ലാം ചെളി കെട്ടിക്കിടക്കുന്നു. മാത്രമല്ല ഇതൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് അപകട സാധ്യതയും ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ഈ ആളുകളുടെ പൊതുജനത്തിൻ്റെ നിരന്തരമായ ആവശ്യം പരിഗണിക്കാതെ ഇതെങ്ങനെയാണ് മരം മുറിച്ചത് എന്ന് പോലും ആളുകൾക്ക് വ്യക്തതയില്ല. ആരാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്, ആരാണിത് നീക്കം ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു അനാഥാവസ്ഥയിൽ ഇത് ഇവിടെ കിടക്കുകയാണ്. 2 ആഴ്ചയിൽ കൂടുതലായി. ഇതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം. വിളയൂർ എടപ്പലത്ത് MSF പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ 6 SFI പ്രവർത്തകർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തു. വിളയൂർ എടപ്പലം PTM എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകനെ കാണാനെത്തിയ MSF പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് പരാതി. പരിക്ക് പറ്റിയ MSF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, എടപ്പലം പൂവത്തിൽ ചുവട് വെള്ളാട് ഗുലാം മുഹമ്മദ് ഇർഫാൻ, കരിങ്ങനാട് വരമംഗലത്ത് അഫ്മി ഫവാസ് എന്നിവർ കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവത്തിൽ SFI പ്രവർത്തകരായ 6 പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. SFIയുടെ പഠിപ്പ് മുടക്കൽ സമരത്തിനിടെ ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന MSF പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇർഫാന്റെ കൈക്കും കഴുത്തിനും മുഖത്തും പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ കൊപ്പം പോലീസ് SFI പ്രവർത്തകരായ ജിജീഷ്, ജിഷ്ണു, തബാഹ്, ഷിയാസ്, ഫവാസ്, ഷാമിൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം മുൻ MLAയും DCC പ്രസിഡന്റും അധ്യാപക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന K. സുകുമാരനുണ്ണി മാസ്റ്ററുടെയും KPTU മുൻ ജനറൽ സെക്രട്ടറി പഴനി മാസ്റ്ററുടെയും ചരമവാർഷികത്തോടനുബന്ധിച്ച് നൽകി വരുന്ന കർമ്മശ്രീ പുരസ്കാരത്തിന് K. അബ്ദുൾ മജീദ്, ഷാജി S. തെക്കേതിൽ എന്നിവർ അർഹരായി. സുകുമാരനുണ്ണി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ അവാർഡ് ജൂലൈ 13 നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 11,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങിയതാണ് അവാർഡ്. ഉണ്ണി മാസ്റ്ററുടെയും പഴനി മാസ്റ്ററുടെയും ചരമവാർഷിക ദിനമായ ജൂലൈ 13 ശ്രീകൃഷ്ണപുരം സംഗീതശില്പം അനക്സിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവാർഡ് വിതരണം ചെയ്യും. മുൻ മന്ത്രി VC കബീർ ചെയർമാനായ കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. VK ശ്രീകണ്ഠൻ MP, VC കബീർ, CV ബാലചന്ദ്രൻ, KM ഹനീഫ, നൌഷാദ് ബാബു, സുരേഷ് തെങ്ങിന്തോട്ടം, P ഗിരീശൻ, K രാമകൃഷ്ണൻ, PK അരവിന്ദൻ, വട്ടപ്പാറ അനിൽകുമാർ, PJ ആന്റണി, V സുകുമാരൻ, B സുനിൽകുമാർ എന്നിവർ പങ്കെടുക്കും. ജൂലൈ 13 എല്ലാ വർഷവും സുകുമാരനുണ്ണി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സുകുമാരൻ മാഷയുടെ പേരിൽ ഒരു അവാർഡ് നൽകുന്ന പതിവുണ്ട്. സംസ്ഥാനത്തെ മികച്ച അധ്യാപക സംഘടനാ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഇതിനകത്തുണ്ട്. മുൻ മന്ത്രി ശ്രീ VC കബീർ ചെയർമാനായ കമ്മിറ്റി. ഇത്തവണ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് KPSCയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ K. അബ്ദുൾ മജീദ് അവരുടെയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ഒരു വലിയ പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. കേരളത്തിൻ്റെ അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ധീരോദാത്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ മജീദ്. അതുപോലെ തന്നെ പഴനി മാഷിൻ്റെ പേരിലും ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നൽകുകയാണ്. KPST അംഗങ്ങളായ അധ്യാപകരുടെ മക്കളിൽ LSS, USS, SSLC, +2 പരീക്ഷാ വിജയികളെയും നീറ്റ് പരീക്ഷയിൽ ജേതാക്കളായ കുട്ടികളെയും ചടങ്ങിൽ ആദരിക്കും.
രാവിലെ 7 മണിക്ക് സുകുമാരനുണ്ണി മാസ്റ്ററുടെ പറളിയിലെ വസതിയിലും 8 മണിക്ക് പഴനി മാസ്റ്ററുടെ തച്ചമ്പാറയിലെ വസതിയിലും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നും ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ, സ്വാഗത സംഘം കൺവീനർ PG ദേവരാജൻ, സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് തെങ്ങിന്തോട്ടം, KPSTA ചെർപ്പളശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ ജനകീയമാക്കി കുട്ടികൾക്ക് പുതിയ പഠനാനുഭവം സമ്മാനിക്കുകയാണ് നെല്ലായ മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിവിധ ശാസ്ത്ര വിഭാഗങ്ങളിലായി സ്കൂളിൽ സജ്ജീകരിച്ച ആധുനിക ടിങ്കറിംഗ് ലാബുകളാണ് ശാസ്ത്രപഠനം കുട്ടികൾക്ക് കൂടുതൽ എളുപ്പവും അനുഭവഭേദ്യവും സംവേദനാത്മകവുമാക്കി മാറ്റുന്നത്. പാഠഭാഗത്ത് പരിചയപ്പെടുന്ന ഓരോ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷണങ്ങൾ വഴി നേരിട്ടറിയാം. ശാസ്ത്രത്തിൻ്റെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവർ തന്നെ പുതിയ പരീക്ഷണങ്ങൾ വികസിപ്പിച്ചെടുക്കും. ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ശാസ്ത്രമേഖലയിൽ പുതുമാതൃകകൾ സൃഷ്ടിക്കുകയാണ് നെല്ലായ മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. കൊറോണ കാലത്ത് ആരംഭിച്ച ലാബ് അറ്റ് ഹോം എന്ന ശാസ്ത്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടർച്ചയായാണ് സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബ് എന്ന പദ്ധതിയും വിദ്യാലയം സാക്ഷാത്കരിച്ചത്. പാഠപുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന ശാസ്ത്ര വഴികൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുകയാണ് പദ്ധതി വഴി. സയൻസ്, ടെക്നോളജി, റിസർച്ച്, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നേരിട്ട് നടത്താൻ വിദ്യാർത്ഥികൾക്ക് ടിങ്കറിംഗ് ലാബുകൾ വഴി കഴിയുന്നു. സർവശിക്ഷ കേരളമാണ് ലാബുകൾ സജ്ജീകരിക്കാൻ വിദ്യാലയത്തിന് വഴിയൊരുക്കിയത്. ശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്കായി വിവിധ വർക്ക്ഷോപ്പുകളിലൂടെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത വിവിധ എക്സ്പെരിമെൻറ്റുകളും ലാബുകളിൽ സജ്ജമായി കഴിഞ്ഞു. റിലേറ്റഡ് ആയിട്ട് കുറേ എക്സ്പെരിമെൻറ്റ്സ് 150ഓളം മുകളിലുള്ള എക്സ്പെരിമെൻറ്റ്സ് തിങ്കളാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നല്ല ത്രില്ലിങ്ങിലാണ്. എന്താവും എന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. +1, +2 പിന്നെ 10th ഒക്കെ എല്ലാ ഇതും ആഡ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഉള്ളത് അത്യാവശ്യമുണ്ട്. കാരണം കുറേ നമ്മൾ കണ്ട് പഠിക്കുകയല്ലേ. ഓരോ എക്സ്പെരിമെൻറ്റ്സ് ആയാലും നമ്മളത് എങ്ങനെ നടക്കണമെന്ന് അറിഞ്ഞിട്ടാണല്ലോ പഠിക്കണത്. അപ്പോൾ അതിൻ്റേതായ എളുപ്പമുണ്ട് പഠിക്കാൻ. നല്ല സപ്പോർട്ടീവാണ് സാറ്, കാരണമാണ് ഇപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നത്. +1, +2 എല്ലാ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും ഇവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അത് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള എല്ലാ ടോപ്പിക്കിൻ്റെയും എക്സ്പെരിമെൻ്റ് ഇവിടെ ഉണ്ട്. എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. എല്ലാ +2 ആണെങ്കിലും +1 ആണെങ്കിലും ഫുൾ ടോപ്പിക് ബേസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ എളുപ്പമാകുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് നേരെ നമുക്ക് ചെയ്ത് പഠിക്കാമല്ലോ. ശാസ്ത്രത്തിൻ്റെതായുള്ള നൂതന വിദ്യാഭ്യാസ പദ്ധതികൾ അവതരിപ്പിക്കാൻ വിദ്യാലയത്തിൽ സജ്ജീകരിച്ച ലാബുകൾ വഴി സാധിച്ചുവെന്ന് അധ്യാപകരും പറയുന്നു. നമ്മൾ പാഠഭാഗങ്ങൾ 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിലെന്താണോ പറയുന്നത് അത് എക്സ്പെരിമെൻ്റായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തതാണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സഹായമായത് നമ്മുടെ സ്കൂളിൽ 2 ലാബുകൾ SSK നൽകിയിട്ടുണ്ട്. ഒന്ന് സ്ട്രീം ഹബ്ബ്, പിന്നൊന്ന് ടിങ്കറിംഗ് ലാബ്. അപ്പോൾ അതിൽ തന്ന ഉപകരണങ്ങൾ വെച്ചിട്ട് ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. നമ്മുടെ മക്കൾ തന്നെ, ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ നിർമ്മിച്ചത്. ആ നിർമ്മിച്ചത് ഇനി എന്താണെന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷണ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് വൈസ് ആയിട്ടല്ല, സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് നമ്മളെ സ്കൂളത്തെ കുട്ടികളും നാട്ടുകാർക്കും മറ്റുള്ള സ്കൂളത്തെ കുട്ടികൾക്കും കൂടി കാണാനുള്ള ഒരു അവസരമാണ് ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ 5ഓളം ഹോളുകളിലായിട്ടാണ് ഈ എല്ലാ എക്സിബിറ്റുകളും ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. എല്ലാ മേഖലകളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു ഹാളിൽ, മെക്കാനിക്സ് എക്സ്പെരിമെൻറ്റ് മാത്രം ഒരു ഹാളിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ് ആംബിയർ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെസ്ല ഹാളിൽ മാഗ്നറ്റിസത്തിനോട് ബന്ധപ്പെട്ട്, ഫ്രണൽ ഹാളിൽ ഓപ്റ്റിക്സിനോട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, ഫാരഡേ ഹാളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ AC മുതലായ പരീക്ഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിദ്യാലയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 ലാബുകളും നമ്മുടെ വിദ്യാലയത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, നമ്മുടെ സബ് ജില്ലയിലെ ഈ BRCയുടെ കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കുട്ടികളെ സയൻസിൽ എക്സ്പേർട്സ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്നതോടൊപ്പം
സമീപസ്ഥങ്ങളായ വിദ്യാലയങ്ങളെ ഈ BRCക്ക് കീഴിലുള്ള മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെച്ച് പരിശീലനങ്ങൾ നൽകാറുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രദർശനത്തിന് ഞങ്ങൾ ഏകദേശം ഒരു 30ഓളം സ്കൂളുകളിൽ നിന്ന്, ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുള്ള ഒരു 30ഓളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും ഈ പ്രദർശനം എക്സ്പോ കാണാൻ എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ പാഠ്യപദ്ധതി വഴി വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത 200ലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനവും വിദ്യാലയം ഒരുക്കുന്നുണ്ട്. ജൂലൈ 14 നടക്കുന്ന ശാസ്ത്ര പ്രദർശനവും സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകളും പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ശാസ്ത്ര കുതികികളും പരിപാടിയുടെ ഭാഗമാകും. ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പാഠഭാഗത്തെ പരീക്ഷണങ്ങൾ നടത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കി നൽകിയുള്ള ഈ സർക്കാർ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളും പുതുമാതൃകകൾ സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. പട്ടാമ്പി നഗരസഭയിൽ BPL കുടുംബങ്ങൾക്ക് ഇനി സൗജന്യമായി കുടിവെള്ളം നൽകും. 15,000 ലിറ്ററിന് താഴെ വെള്ളം പ്രതിമാസം ഉപയോഗിക്കുന്നവർക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുക എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. നഗരസഭാ കൗൺസിലിൻ്റേതാണ് തീരുമാനം. നഗരസഭയിലെ BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം. മാസം 15,000 ലിറ്ററിൽ താഴെ കുടിവെള്ളം ഉപയോഗിക്കുന്നവർക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. നൽകിയ വാഗ്ദാനമാണ് 15,000 ലിറ്റർ വരെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളത്. ഇത് BPL ലിസ്റ്റിൽപ്പെട്ട 15,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്ന ആൾക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന തീരുമാനം ഇന്നത്തെ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ജനങ്ങളെ അറിയിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 1 തീയതി മുതൽക്കാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് കൂടി അത് നമ്മൾ കണക്കെടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും 15,000 ലിറ്റർ വരെയുള്ള ഫ്രീ ആയിട്ട് വെള്ളം നൽകുന്നതിന് വേണ്ടി. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിന് അറബിക്കിൽ ഇത്തവണയും യൂണിവേഴ്സിറ്റി റാങ്കുകളുടെ തിളക്കം. ആദ്യ 10ൽ 4 റാങ്കുകളാണ് കോളേജിലെ വിദ്യാർത്ഥിനികൾ കരസ്ഥമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദഫലം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ തുടർച്ചയായ 4ാം വർഷവും അറബിക്കിലെ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജ്. ആദ്യ 10 റാങ്കുകളിൽ 4 റാങ്കുകളാണ് PTM കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയത്. P ദിൽഷാനയ്ക്കാണ് 1ാം റാങ്ക്. സുനയ്യ EK, ജംസീറ K, ഫാത്തിമ റിന മേലേതിൽ എന്നിവർ യഥാക്രമം 4, 6, 7 റാങ്കുകൾ സ്വന്തമാക്കി. 1ാം റാങ്ക് നേടിയ ദിൽഷാന തിരൂർക്കാട് കുറ്റീരി മുഹമ്മദ് മുസ്തഫ ബുഷറ ദമ്പതികളുടെ മകളാണ്. 4ാം റാങ്കുകാരി സുനയ്യ അരക്കുപറമ്പ് ഏങ്ങക്കോടൻ നാസർ സൈനബ ദമ്പതികളുടെ മകളാണ്. 6ാം റാങ്ക് നേടിയ ജംസീറ ആനമങ്ങാട് മണലായ കുറ്റമ്പാറ വീട്ടിൽ യൂസഫ് സീനത്ത് ദമ്പതികളുടെ മകളാണ്. 7ാം റാങ്ക് നേടിയ ഫാത്തിമ റിന മക്കരപ്പറമ്പ് സ്വദേശിയായ മേലേതിൽ അബ്ദുസലാം റജ്സ്ലീന ദമ്പതികളുടെ മകളാണ്. തിളക്കമാർന്ന വിജയം നേടി കോളേജിൻ്റെയും അറബിക് വിഭാഗത്തിൻ്റെയും യശസ്സുയർത്തിയ വിദ്യാർത്ഥികളെ വകുപ്പുതല സ്റ്റാഫ് കൗൺസിൽ അഭിനന്ദിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ഘാടനവും ഓറിയൻറ്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് 4 വർഷം ബിരുദത്തിന് ജോയിൻ ചെയ്ത BCom, BBA വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 4 വർഷ UG ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തിയത്. ഇതോടൊപ്പം ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ഘാടനവും നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി MR ഉദ്ഘാടനം നിർവഹിച്ചു. To become a chartered accountant, a banker, a marketer, or even a policy maker. Over the coming years, you are going to spend here. You should be able to develop many skills such as കൊമേഴ്സ് വിഭാഗം മുൻ മേധാവി VK മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊമേഴ്സ് വിഭാഗം മേധാവി റോസിന ബേബി അധ്യക്ഷയായി. കോളേജ് IQIC കോർഡിനേറ്റർ അബ്ദുൾ റഷീദ്, ഡോക്ടർ ശ്രീജ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ആർമിയിൽ കമാൻഡന്റ് ഓഫീസറായി സെലക്ഷൻ ലഭിച്ച 4th സെമസ്റ്ററിൽ പഠിക്കുന്ന മാധവ് S.നെ ആദരിക്കുകയും ചെയ്തു.
പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ ജി ദിലീപൻ, ടി ജി നിരഞ്ജൻ എന്നിവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തലും ചർച്ചയും നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ശ്രീശ്വരൻ കൃഷ്ണൻകുട്ടി, എം വി രാജൻ, പി എം നാരായണൻ, കെ ബി രാജാനന്ദ്, എൻ പി പ്രിയേഷ്, എഴുത്തുകാരായ ജി ദിലീപൻ, ടി ജി നിരഞ്ജൻ, മേഖലാ സെക്രട്ടറി എ പി കേലു എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞൊരു തമാശയാണ്, ഇതിൽ മാനവനാണല്ലോ മറ്റേ ഭൂശ്വാസിയുടെ സാമ്രാജ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂശ്വാസി കത്തിവേഷമാവണോ താടി വേഷമാവണോ എന്നൊരു പ്രശ്നമുണ്ട്. അത് വെളിവഴി ലോകത്തെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഒറ്റപ്പാലത്ത് രണ്ടിടത്ത് മാല പൊട്ടിക്കൽ. പാലപ്പുറത്ത് നടന്നു പോകുകയായിരുന്ന വയോധികയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. പഴയലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമം. ബഹളം വെച്ചതോടെ മാല ഉപേക്ഷിച്ച് കള്ളൻ രക്ഷപ്പെട്ടു. അട്ടപ്പാടി റോഡ് നവീകരണം പണി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് എൻ ഷംസുദ്ദീൻ എം എൽ എ. കിഫ്ബി, KRFB ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് MLA. വീഴ്ചയുടെ ഉത്തരവാദിത്തം സർക്കാരിന്. കുലുക്കലൂരിൽ ക്ഷേത്രത്തിൽ മോഷണം. വെള്ളഞ്ചേരി ശിവക്ഷേത്രത്തിലാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നത്. 3 മാസത്തിനിടെ ക്ഷേത്രത്തിൽ ഇത് 3ാമത്തെ മോഷണം. ഓട്ടിസം ബാധിച്ച കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും ഉപദ്രവിച്ചതായി പരാതി. നിലമ്പൂർ വടപുറം സ്വദേശി ഉമേറയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. 6 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെയാണ് ക്രൂരമായ ഉപദ്രവം നടന്നത്. അങ്ങാടിപ്പുറത്ത് ലോട്ടറി കട തീവച്ച് നശിപ്പിച്ചു. മേൽപ്പാലത്തിന് താഴെയുള്ള കടയാണ് കത്തിച്ചത്. 150ഓളം ടിക്കറ്റുകളും കടയിലെ സാധനങ്ങളും അഗ്നിക്കിരയായി. നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകരയിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തി. കേരളത്തിൽ ഇടവിട്ടുള്ള രോഗസാന്നിധ്യം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു സന്ദർശനം. നിപ സ്ഥിരീകരിച്ച മലപ്പുറത്തും സംഘം പോയി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.